ഇതാണ് UAE-യിൽ നിലവിലുള്ള എമിറേറ്റ്സ് ID കാർഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ട് നടക്കേണ്ട കാർഡ് ഇതാണ്. എപ്പോഴും നമ്മളെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും സർക്കാരിന് ലഭിക്കുന്നത് ഈ കാർഡിൽ നിന്നുമാണ്. വിമാനത്താവളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും, അതുമല്ല ഇനി സർക്കാർ സേവനത്തിനൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലായിടത്തും ഈ കാർഡാണ് പ്രധാനമായും നമ്മുടെ രേഖയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാർഡ് ഇതുപോലെ ഇനി കൊണ്ട് നടക്കേണ്ടതില്ല. എമിറേറ്റ്സ് ID കാർഡ് വേണ്ടി വരില്ല. എമിറേറ്റ്സ് ID ഉണ്ടാകും, പക്ഷേ അത് ഡിജിറ്റലായിരിക്കും. അത് ഈ കാർഡ് രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ല. ഇതാണ് മാറ്റം വരാൻ പോകുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കൃത്യമായി തന്നെ നമ്മുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ കാർഡായിരിക്കും ഇനി ഉണ്ടാക്കുക. ആദ്യഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ സർക്കാർ സർവീസിലുള്ളവർക്ക്, അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ളവർക്ക്, ടെലികോം, ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെയാണ് ഇത് ആദ്യം നടപ്പാക്കുക. അതിനുശേഷം മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സംവിധാനം നടപ്പാക്കുമെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഒരംഗത്തിൻ്റെ ചോദ്യത്തിനാണ് ഈ ഉത്തരം ICP നൽകിയിട്ടുള്ളത്. ഏതായാലും കുറേ കാലങ്ങളായി എല്ലാ രേഖകളും അടങ്ങുന്ന ഒരു കാർഡ് കൊണ്ട് നടക്കുന്നു. ഇനി ആ സംവിധാനം വേണ്ട എന്നുള്ളതാണ് അധികൃതരൊക്കെ തന്നെ അറിയിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ബ്യൂറോക്രസി അത് കുറയ്ക്കാൻ, എല്ലാ മേഖലകളിലും കുറയ്ക്കാൻ കഴിയുമെന്ന് അധികൃതർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. UAE-യിൽ എമിറേറ്റ്സ് ID കാർഡ് എന്ന് പറയുന്ന സംവിധാനം ഏതാണ്ട് ഒരു വർഷത്തിനകം ഇല്ലാതാകുമെന്നാണ് ഈ അറിയിപ്പിലൂടെ വ്യക്തമാകുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.